മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഡെലിവറൻസിൻ്റെ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ദൈവവചനം എങ്ങനെയാണ് നമ്മളെ ഡെലിവർ ചെയ്യുന്നത് എന്നുള്ള ചില ചിന്തകളായിരുന്നല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെ വിത്തായിട്ട് ഫലം പ്രവർത്തിപ്പിക്കുന്ന വിത്തായിട്ട് പറഞ്ഞു, ആത്മാവിൻ്റെ വാളായിട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന വചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഉത്തരം തരുന്നത്. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് കാണുക. ഇനി 15ാമത്തെ കാര്യം നേരത്തെ പറഞ്ഞാണ്, നമുക്ക് ബുദ്ധി തരുന്നു എന്ന് പറഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ ഡിക്ലറേഷൻ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. വചനത്തെ അനുസരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. വചനത്തെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവും. വചനം കേട്ട് അനുസരിക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. വീണ്ടും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാതെ, വചനം കേട്ട് അനുസരിക്കുക. കേട്ടാൽ മാത്രം പോരാ. ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെയിലിയർ നമ്മുടെ ജീവിതങ്ങളിലെ വചനം കേൾക്കാറുണ്ട്, അനുസരിക്കാറില്ല. ഇതിലേക്കൂടെ കേട്ടോ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളയാറുണ്ട്, പലപ്പോഴും വിട്ടുകളയാറുണ്ട്. അതൊക്കെ അന്ന് പറഞ്ഞതല്ലേ, നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വ്യത്യാസമല്ലേ, അതനുസരിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ശത്രുക്കളെ സ്നേഹിക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശത്രുവിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ പോലും അത് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷിക്കാൻ പാടില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത്. നമ്മൾ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്തോ പ്രാർത്ഥിക്കുന്നത്? അവനെ നശിപ്പിക്കണേ. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ശത്രുവിനെ മിത്രമാക്കണം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞത്. 70 വട്ടം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് വചനം കേട്ടാൽ മാത്രം പോലെ അനുസരിക്കണം. വചനത്തിൽ അത് പറയുന്നുണ്ട്, അതെന്നെ കൊണ്ട് അനുസരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ ബുദ്ധിയുള്ള മനുഷ്യനല്ല. അങ്ങനെയുള്ളവർക്കാണ്, നേരത്തെ ബുദ്ധിയുള്ളവർക്കാണ് സക്സസ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞതെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇന്ന് നമുക്ക് ദൈവവചനം തന്നിരിക്കുന്ന അനുസരിക്കാനായിട്ട്. ചില ആളുകൾ ചോദിക്കും, കൽപ്പന അനുസരിച്ചിട്ടുണ്ടോ? എന്താ കൽപ്പനയെന്ന് ചോദിച്ചാൽ സ്നാനത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചാണ് അവർ പറയുന്നത്. കൽപ്പന അതല്ല. ബൈബിളിൽ ഒരുപാട് കൽപ്പനകളുണ്ട്. എല്ലാ കൽപ്പനകളും നമ്മൾ അനുസരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ്, ബൈബിളിൽ പറയുന്ന കൽപ്പനയാണ് സ്നേഹിക്കുക എന്നുള്ളത്. ഈ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതാണ് ഈ കൽപ്പനകളായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. സ്നേഹിക്കുക എന്നുള്ള കൽപ്പനയാണ്. നമ്മളത് അനുസരിക്കുന്നുണ്ടോ? അതാണ് എല്ലാത്തിനും യേശുക്രിസ്തു പഠിപ്പിച്ച അതാണ്. എന്തിനാണ് ഈ സ്നേഹിക്കുന്നത്? അവർ കർത്താവിനെ അറിയണം, അതിനുവേണ്ടി സ്നേഹിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അവർ കർത്താവിനെ അറിയണം. കർത്താവിനെ അറിഞ്ഞ് അവർ ദൈവരാജ്യത്തിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ ഹിതം. ഒരിക്കൽ തെറ്റിപ്പോയതാണ്, അവരെ തിരിച്ചു കൊണ്ടുവരണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വചനം കേട്ടനുസരിക്കുക. ദൈവവചനം അനുസരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അവരെയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ദൈവവചനം എന്ന് പറയുന്നത് തീയാണ്. അത് തീ എന്ന് പറഞ്ഞാൽ അത് ദഹിപ്പിക്കും എന്നൊരു സാധനമാണ്. അതിനോട് പോയി നമ്മൾ കളിക്കരുത്. 2 വാക്യം യെരമ്യാ പ്രവചനത്തിൽ നിന്ന് വായിക്കാം. യെരമ്യാവ് 5:14, അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾക്ക് ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിൻ്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും, അവർ അതിനിരയായിത്തീരും. ഇത് ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അവർ വിറകാവും, ദൈവത്തിൻ്റെ വചനം തീയാവും. അപ്പോൾ തീയോട് കളിക്കരുത്, കത്തിപ്പോകും എന്ന് പറയുന്ന ഭാഗമാണ് ഉള്ളത്. എന്നാൽ ഈ തീ നമ്മളെ ശുദ്ധീകരിക്കുകയും, തീ കൂടെ എന്താണ് ശുദ്ധീകരിക്കുന്നത്? ഗോൾഡ്, വെള്ളിയൊക്കെ തീ കൂടെ ശുദ്ധീകരിക്കുകയാണ്, അതിലെ കറകൾ കളയുന്ന. അതുപോലെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. നമ്മളെ എന്തെങ്കിലും വേണ്ടാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ദഹിപ്പിച്ച് കളയും വചനം. യെരമ്യാവ് 23:29 2 സിമിലി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് വചനത്തെക്കുറിച്ച് പറയുമ്പോൾ. വചനം തീ പോലെയാണ് വചനം. 2 പാറയെ തേർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വചനം തീയാണ്, വചനം പാറയെ തേർക്കുന്ന ചുറ്റികയാണ്. എത്ര ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റുകളാണെങ്കിലും എന്ന് പറഞ്ഞാൽ
പൈശാചികൻ്റെ കോട്ട കെട്ടി അടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം എന്ന തീ ഇറങ്ങും. അതുപോലെ ദൈവത്തിൻ്റെ വചനം എന്ന ചുറ്റിക വന്ന് അവിടെ ഇടിക്കും. ഇടിച്ച പൈശാചിക കോട്ടകളെ ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ദൈവം മാറ്റിക്കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം ഒരു തീയാണ്, ചുറ്റികയാണ്. അതായത് രണ്ട് രീതിയിലാണ് തീ വർക്ക് ചെയ്യുന്നത്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദഹിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ദഹിപ്പിച്ച് കളയും. പൈശാചിക കോട്ടകളെ തീ വന്ന് കത്തിച്ച് കളയും. ഈ രണ്ട് രീതിയിൽ തീ വർക്ക് ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളിത് ഏറ്റെടുക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒരു വിടുതലാണ്. നിങ്ങൾ ഏറ്റെടുക്കണം. ഏതെങ്കിലും രീതിയിൽ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കുട്ടി പിശാചുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ അവരെ കമാൻഡിലാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ചില ഗേറ്റ് വേ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ആ ദൈവസ്ഥനിൽ ഏറ്റു പറഞ്ഞ ഗേറ്റ് വേ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് ആ തീയാൽ അവിടെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വലിയ വിജയം വരും. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വലിയൊരു ഡെലിവറൻസ് അവിടെ വരുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു. തീർച്ചയായും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. എനിക്ക് ചില പേരുകളൊക്കെ വെളിപ്പെട്ട് വരുന്നു, ഞാനത് വിളിച്ചു പറയുന്നില്ല. വിളിച്ചു പറയാത്ത കാരണം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വിളിച്ചു പറയാത്തത്. നിങ്ങൾ നിങ്ങളുടേതായിട്ട് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇത് ചില ആളുകൾ കാണുന്നുണ്ട്, നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രോബ്ലം ഇന്നവിടെ സോൾവ് ആവുകയാണ്. നിങ്ങളുടെ സോൾവ് ആവുകയാണത്, 100% സോൾവ് ആവുകയാണ്. അത് ഞാൻ പേര് പറയാത്ത കാര്യം അത് വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടല്ല എന്ന് വിചാരിച്ച് മാത്രം ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ആ പൈശാചി ശക്തികൾ ഇന്ന് രാത്രികാലം അവിടെ നിന്ന് വിട്ടുപോകും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ ശക്തിയും പവറും ഡെലിവറൻസിന് എത്ര ആവശ്യമുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു പോയിൻ്റൂടെ പറഞ്ഞ് ഞാൻ ഈ ദൈവവചനത്തിൻ്റെ അവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും ദൈവവചനം എന്ന് പറയുന്നത് ജീവനാണ്. ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മരിച്ചു കിടക്കുന്നത് എഴുന്നേറ്റ് നടക്കും. എന്നാൽ നമ്മുടെ ജീവിതങ്ങൾ മൃതപ്രായമായെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവിടെ വന്നിട്ട് നമ്മൾ ജീവൻ അതിൽ പുറപ്പെടും. എഹെസ്കേൽ പ്രവചനത്തിനകത്ത് അറിയാമല്ലോ, ഉണങ്ങിയ അസ്ഥികൾ സൈന്യമായി മാറി എന്ന് പറയുന്ന പോലെ കാറ്റൂതുമ്പോഴേ ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവൻ കിട്ടാനായിട്ട്, ജീവൻ ഇനിഷ്യേറ്റ് ചെയ്യുവാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. ഇതുപോലെ തന്നെ ജീവൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ജീവൻ വരുമ്പോഴാണ് അവിടെ ഒരു പുതിയ ക്രിയേഷൻ ഉണ്ടാകുന്നത്, അല്ലേ? ദൈവം മനുഷ്യനെ, ആദാമിനെ, ഹവ്വയെ സൃഷ്ടിച്ചവർക്ക് ജീവൻ കൊടുത്തു, അല്ലേ? ജീവൻ കൊടുത്തു. അവരിൽ ശ്വാസം ഊതി അവർക്ക് ജീവൻ കൊടുത്തായിട്ട് കാണുന്നു. അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. സങ്കീർത്തനം 33-ന്റെ 6-ാം വാക്യത്തോട്ട് അങ്ങോട്ട് എഴുതിയിരിക്കുന്ന, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്താലെ ജീവൻ, ഒരു പ്രവൃത്തി അവിടെ ഉളവാകുകയാണ്. അവിടെ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ഒരു ജീവൻ തരുന്നത്, ജീവൻ പുറപ്പെടുന്നത്. അന്നേരം ജീവൻ ഇല്ലാതെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം ഡെലിവറൻസിന് ഏറ്റവും ആവശ്യമാണ് എന്നുള്ളതാണ് ഇതുവരെയും പറഞ്ഞുകൊണ്ട് വന്നത്. 17 പോയിൻറ്റോളം ഞാൻ പറഞ്ഞു. ഇത് ക്രിസ്തീയ ജീവിതത്തിലെ ശക്തി, നമ്മുടെ ജീവിതത്തിലെ ശക്തി എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ പരിശുദ്ധാത്മാവ് പറയുമ്പോഴേ പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, ആവസിക്കുന്ന കാര്യം. അത് നമ്മൾ ഇനി അത് പഠിക്കും. അത് ആവസിക്കുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് എഴുതി തന്നിരിക്കുന്ന, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ദൈവവചനം, അത് നമ്മൾ പഠിക്കണം. ഒരാളുടെ ജീവിതത്തിൽ അയാൾ വായിക്കാൻ പറ്റുമ്പം തൊട്ട് അയാൾ മരിക്കുന്നത് വരെ ദൈവവചനം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാലും അത് തീരത്തില്ല. കാരണം അത്രയ്ക്ക് ദൈവം തന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക്.
എത്ര വെച്ചാൽ ഒരു വാക്യത്തിന് തന്നെ 10 പ്രാവശ്യം വായിക്കുമ്പോൾ 10 മീനിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് അതിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് അത് കിട്ടുന്നത്. അതുകൊണ്ട് ദൈവിക ശക്തി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ദൈവം നമുക്കൊരു ശക്തി തന്നു. എപ്പോഴാണ്? നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ പവർ ദൈവം നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കത്തിച്ച് മരിച്ചു കിടന്ന് നമ്മൾ എഴുന്നേറ്റ് ജീവനായി. അന്നേരം അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം ആഹാരമായി കണ്ടിന്യൂസ് മെഡിറ്റേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ദിനം പ്രതി ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 1 പറയുന്നത്, അവൻ ആറ്റിലത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ്റെ ഇല വാടത്തില്ല, തക്ക കാലത്ത് ഫലം കായ്ക്കും. തക്ക കാലം എന്നവിടെ പറയുന്നത് ഇൻ ടൈം ആൻഡ് ഔട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. എല്ലാ സമയത്തും ഫലം കാണും. യേശു ക്രിസ്തു അത് ആഗ്രഹിക്കുന്നു, എല്ലാ സമയത്തും ഫലം കാണും. യേശു അത്തിയെ ശപിച്ചപ്പം ഫലമില്ലാത്ത സമയത്താണ് യേശു അത്തിയെ ശപിച്ചത്. അതെന്താ അങ്ങനെ ഫലമില്ലാത്ത സമയത്ത് യേശു അത്തിയെ ശപിച്ചത്? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് അതിനകത്ത് ഫലമില്ല, ഉണ്ടാവത്തില്ല. അന്നേരം അതിനകത്ത് ഫലമില്ല എന്ന് പറഞ്ഞ് യേശു ശപിച്ച അതിൻ്റെ കമൻറ്റ് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലോട്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് എഴുതുക. അടുത്ത പ്രാവശ്യം അത് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടുക. എല്ലാ സമയത്തും ഫലം കായ്ക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. തുടർമാനമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുന്നത്. ഞാൻ പറയുന്നല്ല, ബൈബിളിൽ പറയുന്ന കാര്യമാണ്. എഫേസ്യർ 5-ാം അധ്യായം എടുത്തൊന്ന് വായിച്ചു നോക്കി. 5:18 നോക്കി, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, എന്നാൽ ദുർനടപ്പുണ്ടാവുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി. ഓക്കെ, ആത്മാവ് നിറഞ്ഞവരായെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് നോക്കിക്കോണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യും. എന്താ സങ്കീർത്തനം, സ്തുതി, ആത്മീയ ഗീതം എന്നൊക്കെ പറയുന്നത്? ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനമാണിതെല്ലാം. അതുകൊണ്ട് ആത്മാവ് നിറഞ്ഞ് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ഉള്ളിൽ നിന്ന് വരേണ്ടത്. അതുകൊണ്ട് അങ്ങനെയല്ല ഇപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ബീയിങ് ഫിൽഡ്, അതിനകത്തും ദൈവത്തിൻ്റെ വചനമാണുള്ളത്. ഇതേ മീനിങ്ങിൽ തന്നെയാണ് കൊലോസ്യർ 3:16-17 വാക്യം. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കൊലോസ്യർ 3:16-17 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ നിങ്ങൾ വസിക്കട്ടെ. ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങൾ വസിക്കുന്നത്. അതായത് ഈ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ വസിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു ഡെലിവറൻസ് ഉള്ളൂ. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ വസിക്കണം. അന്നേരം യു ഷുഡ് ബി എ സീരിയസ് സ്റ്റുഡൻറ്റ് ഓഫ് ദ ബൈബിൾ. ബൈബിളിൻ്റെ സീരിയസ് സ്റ്റുഡൻ്റ് ആയിരിക്കണം നിങ്ങൾ. വെറുതെ പഠിച്ച് അറിവ് ചേർപ്പിക്കാനായിട്ടുള്ളതല്ല. അത് നിങ്ങൾ പഠിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങളുടെ തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് വന്ന് ഒരു വെളിപ്പാടായി മാറി നിങ്ങൾക്കൊരു രൂപാന്തരം വരും. ആ രൂപാന്തരം നിങ്ങളുടെ മനസ്സിൽ വരും, നിങ്ങളുടെ ശരീരത്തിലും വരും, നിങ്ങളുടെ ഫ്യൂച്ചറിലും വരും. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തതാണ്. അതാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ കഴിഞ്ഞ നിങ്ങളിത് ഈ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒന്ന്, വിശ്വാസ ജീവിതം, ദ പവർ ഓഫ് ദ ബിലീഫ്, പവർ ബൈ ദ ഫെയ്ത്ത്. അതിനകത്ത് റീസൺ എന്ന് പറഞ്ഞാൽ പവർ ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞു. അതാണ് ഒരു റീസൺ ഞാൻ പറഞ്ഞത്. രണ്ടാമത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ പവറിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ പവർ കൊണ്ടാണ് നമ്മൾ ഡെലിവറൻസ് വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ 10 എപ്പിസോഡോളം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ എൻ്റെ റെഫറൻസ് എല്ലാം പറഞ്ഞിരുന്നതാണ്. നിങ്ങളത് പോയി നോക്കുക, അത് പഠിക്കുക. ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയെക്കുറിച്ച് മാത്രമേ ഇപ്പം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനി അടുത്ത 2-3-4 എപ്പിസോഡിൽ അത് പറയുമ്പോഴേ അതിനാൽ എങ്ങനെയാണ് നമുക്ക് ഡെലിവറൻസ് വരുന്നതെന്ന് ഞാനത് സംസാരിക്കും.
തുടർമാനമായിട്ട് ഇത് കേൾക്കണം. ഇന്നത്തെ വചനം നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കണം. നമ്മുടെ ജീവിതങ്ങളിലൊക്കെ തന്നെ വചനം ശുദ്ധീകരിക്കുകയും നമുക്ക് ഡെലിവറി ചെയ്യുകയും ചെയ്യണം. നമ്മളെ വചനം നമുക്ക് ചുറ്റികയായിട്ട് ഇടിച്ചു പൊളിക്കാനായിട്ട്, നമ്മുടെ പൈശാചിക കോട്ടകളെ ഇടിച്ചു പൊളിക്കാനായിട്ട്, അതുപോലെ കത്തിച്ച് കളവാനായിട്ട് തീയായിട്ട് ഇരിക്കണം. നമ്മൾ അതുപോലെ വചനത്തെ വൃഥാവായി എടുത്ത് ഉപയോഗിക്കരുത്. വചനം തീയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് വൃഥാവായി ഉപയോഗിക്കരുത്. അത് വെറുതെ നമ്മളതെടുത്ത് ഒരു ശല്യക്കാരെ പോലെ അതെടുത്ത് കളയരുത്. അത് ദൈവവചനം സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ എടുക്കുന്നെങ്കിൽ നമുക്കൊരു ഡെലിവറൻസ് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരുപാട് ഡെലിവറൻസ് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ വചനം അയച്ച് സൗഖ്യമാക്കിയെങ്കിലേ ആ വചനം ഞങ്ങളുടെ ജീവിതങ്ങളിലെ എല്ലാ മേഖലകളിലും സൗഖ്യം കൊണ്ടുവരട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും വിഷയങ്ങളിലെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിലെ ദൈവം ഒരു വലിയ വിടുതൽ കൊടുക്കണം, സഹായിക്കണം. രോഗികളായിട്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ, പ്രത്യേകിച്ച് പാൻക്രിയാസിലുള്ള ചില പ്രയാസങ്ങളിൽ വിഷമിക്കുന്ന ചില ആളുകൾ, ഡയബറ്റിക് ആയിട്ടുണ്ട്, അവർ ഇൻസുലിൻ എടുക്കുന്നു, എന്നാൽ ദൈവം വലിയൊരു മിറക്കിള് അവരുടെ ജീവിതത്തിൽ വരുത്തുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോഴേ പറയുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ആ പാൻക്രിയാസിലുള്ള എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ സിസ്റ്റംസും നോർമലായിട്ട് വർക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് നടത്തുന്ന ചിലരിത് ശ്രദ്ധിക്കുന്നു. നീ കർത്താവെ ഞങ്ങളുടെ നിൻ്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു, അതുകൊണ്ട് നീ ഞങ്ങളെ സൗഖ്യമാക്കിയ ദൈവമാണ്. അതുകൊണ്ട് കർത്താവെ, ഈ ഡയാലിസിസിൻ്റെ എല്ലാ പ്രയാസം, കിഡ്നി എല്ലാം പഴയ രീതിയിൽ കർത്താവെ നോർമൽസി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസിൻ്റെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നീ വിടുവിക്കണമേ. നിൻ്റെ വലിയ കൃപയിലെ ശക്തിയിലെ നീ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലതരമായിട്ടുള്ള ക്ഷീണാവസ്ഥയിൽ ശരീരത്തിൽ എന്താണ് പ്രയാസം എന്നറിയാം. ഡിപ്രഷൻ പോലെ കർത്താവെ, ഡയബറ്റിക് ഉണ്ട്, അതുപോലെ പ്രഷറിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ശരീരത്തിൽ ഒരുപാട് നിരാശ വന്നിട്ട് കാര്യങ്ങൾ നടക്കാതെ ബുദ്ധിമുട്ടുന്ന ചില ആളുകളെ, പ്രായാധിക്യത്തിലുള്ളവർ ഇത് കാണുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കുവാൻ, ദൈവത്തിൻ്റെ വചനം ആദ്യമായിട്ട് കൂടുതൽ വായിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ജീവിപ്പാൻ കർത്താവേ, ഈ ദിവസങ്ങളിൽ നീ കൃപയൊരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ായിട്ട് കാണുക. ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണുക. ഇത് നമുക്ക് വലിയൊരു വിടുതൽ നമ്മുടെ ജീവിതങ്ങളിൽ തരും. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും നിങ്ങളുടെ ടേക്ക് അവേ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ ഒരു ആമീനോ ഒരു തംസപ്പോ ഇട്ടാൽ ദൈവം അത് മാനിക്കുകയും നിങ്ങൾക്ക് ഉത്തരം തരികയും ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, സഹായിക്കട്ടെ, രാത്രിയിൽ നമ്മളെ കാക്കട്ടെ. ആമേൻ.